നമസ്കാരം. ഒരു പുതിയ വിഷയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത്തിരിയേ ഉള്ളൂ, പക്ഷേ ചരിത്രവും സൗന്ദര്യവും ചേർന്ന ഒരു അത്ഭുതമാണ് ഈ ചെറിയ രാജ്യം. പക്ഷേ ഓരോ കൈയിനും പറയാനുണ്ട് 1000 വർഷങ്ങളുടെ കഥ. ചരിത്രം ജീവിക്കുന്ന ദ്വീപാണത്. കാലത്തെ അതിജീവിച്ച കോട്ടകളും കണ്ണിനെ വിസ്മയിപ്പിക്കുന്ന കടൽ കാഴ്ചകളും അവിടെയുണ്ട്. അവിടെ ഓരോ വഴിയും ചരിത്രത്തിലേക്കുള്ള യാത്രയാണ്. പഴമയും പുതുമയും കൈകോർക്കുന്ന മനോഹര സ്ഥലമാണത്. ഒരിക്കൽ യുദ്ധഭൂമി ഇന്ന് ലോകത്തിലെ ഏറ്റവും മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ചരിത്രത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടം സ്വർഗമാണ്. പ്രാചീന ക്ഷേത്രങ്ങളിൽ നിന്ന് നീലക്കടൽ വരെ മറക്കാനാകാത്ത അനുഭവമാണ് നമുക്ക് തരുന്നത്. ചരിത്രം ശ്വസിക്കുന്ന മെഡിറ്ററേനിയൻ ദ്വീപ്, മെഡിറ്ററേനിയൻ്റെ മുത്ത്, അതാണ് മാൾട്ട എന്ന ചെറിയ ദ്വീപ്. മെഡിറ്ററേനിയൻ കടലിൻ്റെ മധ്യഭാഗത്തുള്ളൊരു ചെറിയ ദ്വീപ രാഷ്ട്രമാണ്. യൂറോപ്പിലെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിൽ ഒന്നായിരുന്നാലും ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രവും സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും കാരണം മാൾട്ട ലോക പ്രശസ്തമാണ്. ഇറ്റലിയിലെ സിസിലി ദ്വീപിന് ഏകദേശം 80 കിലോമീറ്റർ തെക്കായാണ് ഈ ദ്വീപിന്റെ സ്ഥാനം. ലിബിയയുടെ വടക്കായാണ് ഇത്. മെഡിറ്ററേനിയൻ കടലിന്റെ പ്രധാന വ്യാപാര പാതയിൽ സ്ഥിതി ചെയ്യുന്ന ഇത് യൂറോപ്യൻ യൂണിയനിലെ അംഗരാജ്യമാണ്. മാൾട്ടയിൽ 3 പ്രധാന ജനവാസമുള്ള ദ്വീപുകളുണ്ട്. അതിൽ മാൾട്ട ആണ് ഏറ്റവും വലുത്. കൂടാതെ ഗോസോ, കോമിനോ എന്നിവയുമുണ്ട്. വെൽവറ്റയാണ് തലസ്ഥാനം. വെൽവറ്റ 1565 മഹായുദ്ധത്തിന് ശേഷം നിർമ്മിച്ച കോട്ട നഗരമാണ്. മുഴുവൻ നഗരങ്ങളും യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. യൂറോപ്പിലെ ഏറ്റവും മനോഹരമായ ചരിത്ര നഗരങ്ങളിൽ ഒന്നാണ് വെൽവറ്റ. മാൾട്ടയുടെ ചരിത്രം വളരെ പഴക്കമുള്ളതാണ്. BC 5000 തന്നെ മനുഷ്യവാസം ഉണ്ടായിരുന്നു. ഫിനിഷ്യൻ, കാർത്തേജുകർ, റോമാക്കാർ, അറബികൾ, നോർമൻ രാജാക്കന്മാർ എന്നിവരുടെ ഭരണത്തിലായിരുന്നു. പിന്നീട് നൈറ്റ്സ് ഓഫ് സെന്റ് ജോൺ എന്ന ക്രൈസ്തവ സൈനിക സംഘം ഭരിച്ചു. നെപ്പോളിയൻ കുറച്ചുകാലം കീഴടക്കി പിന്നീട് ബ്രിട്ടീഷ് കോളനിയായി മാറി. 1964 സ്വാതന്ത്ര്യം നേടി. മാൾട്ടയിലെ ദേശീയ ഭാഷ മാൾട്ടീസ് ആണ്. എന്നാൽ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാണ്. അതിനാൽ വിനോദസഞ്ചാരികൾക്ക് ആശയവിനിമയം വളരെ എളുപ്പമാണ്. ഭൂരിഭാഗം ജനങ്ങളും റോമൻ കത്തോലിക്കരാണ്. അവിടെ 100 കണക്കിന് പുരാതന ദേവാലയങ്ങളുണ്ട്. ചൂടുള്ള മെഡിറ്ററേനിയൻ കാലാവസ്ഥയാണ് അവിടെ ഉള്ളത്. വേനൽക്കാലം ചൂടും വരണ്ടതുമാണ്. എന്നാൽ ശൈത്യകാലത്ത് മിതമായ തണുപ്പും മഴയുമുണ്ട്. പ്രധാനമായ ആകർഷണങ്ങൾ അവിടെയുള്ളത് ബ്ലൂ ലഗൂൺ, നീല നിറത്തിലുള്ള തെളിഞ്ഞ കടൽ, ഗോസോ ഐലൻഡിലെ ശാന്തമായ ഗ്രാമീണ സൗന്ദര്യം, ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള സ്വാതന്ത്ര്യ കൽനിർമ്മാണങ്ങളിൽപ്പെട്ട മെഗാലിത്തിക് ടെമ്പിൾസ്, വർണ്ണാഭമായ മനുഷ്യബന്ധന ഗ്രാമമായ മർസാക്സ് ഫ്ലോക്ക് എന്നിവയാണ്. വിനോദസഞ്ചാര പ്രധാന വരുമാനമാർഗം കപ്പൽ ഗതാഗതം, ധനകാര്യ സേവനങ്ങൾ, IT, ഓൺലൈൻ ഗെയിമിംഗ്, വ്യവസായം എന്നിവയോടെ പ്രധാനമാണ്. മാൾട്ട ലോകപ്രശസ്തമാകാൻ കാരണം പലതാണ്. അവ ലോക പൈതൃക കേന്ദ്രങ്ങൾ, അതിപുരാതന ക്ഷേത്രങ്ങൾ, നീലനിറമുള്ള ശുദ്ധമായ കടൽ, മികച്ച ഡൈവിംഗ് കേന്ദ്രങ്ങൾ, ഗ്ലേഡിയേറ്റർ, ട്രോയ്, ഗെയിം ഓഫ് ത്രോൺസ് എന്നീ ചിത്രങ്ങളുടെ ചില രംഗങ്ങളുടെ ചിത്രീകരണ കേന്ദ്രങ്ങൾ എന്നൊക്കെയുണ്ട് അവിടെ ഉണ്ട്. മാൾട്ടയിൽ ഗണ്യമായ മലയാളി സമൂഹമുണ്ട്. അത് ഏകദേശം 18,000 ഇന്ത്യൻസ് ഉണ്ട്. വലിയൊരു കൂട്ടം മലയാളികളുമുണ്ട്. മലയാളികൾ ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നു. കൂടാതെ ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, IT, നിർമ്മാണ മേഖല, സേവന മേഖല ഇവിടെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ മാൾട്ട മലയാളി അസോസിയേഷനുണ്ട്. ആഘോഷങ്ങൾ നടത്തുന്നുണ്ട്. മലയാളികളെ എത്താൻ കാരണം ഇംഗ്ലീഷ് ഉപയോഗം, തൊഴിൽ അവസരങ്ങൾ, ആരോഗ്യരംഗത്തെ അവസരങ്ങൾ, കൂടാതെ സുരക്ഷിതമായ ജീവിത സാഹചര്യവും മനോഹരമായ കാലാവസ്ഥയുമാണ്. ഇന്ത്യയിൽ നിന്ന് പോകാൻ നേരിട്ട് വിമാന സർവീസ് ഇല്ല. ദോഹ വഴി മാൾട്ട, ദുബായ്, മാൾട്ട, ഇസ്താംബുൾ, മാൾട്ട വഴികളിലൂടെ 12 മുതൽ 18 മണിക്കൂർ എടുത്ത് അവിടെ എത്താം. ഇന്ത്യൻ പൗരന്മാർക്ക് ഷെങ്കൻ വിസ ആവശ്യമാണ്.
പാസ്പോർട്ട്, യാത്രാ ഇൻഷുറൻസ്, താമസ തെളിവ്, സാമ്പത്തിക രേഖകൾ എന്നിവ സമർപ്പിക്കണം. വിസയ്ക്ക് BFSL ഗ്ലോബൽ കേന്ദ്രങ്ങൾ വഴി സമർപ്പിക്കാം. നിരവധി വിദ്യാർത്ഥികൾ പഠനത്തിനായി പോകുന്നുണ്ട്. താരതമ്യേന ചിലവ് കുറഞ്ഞ ഇംഗ്ലീഷ് പഠന മാധ്യമമായ രാജ്യമായി മാൾട്ട ശ്രദ്ധ നേടുകയാണ്. ബിസിനസ് മാനേജ്മെന്റ്, IT, കമ്പ്യൂട്ടർ സയൻസ്, ഹോസ്പിറ്റാലിറ്റി, ടൂറിസം, ഹെൽത്ത് കെയർ, അക്കൗണ്ടിംഗ്, ഫിനാൻസ് തുടങ്ങിയവ തിരഞ്ഞെടുക്കുന്ന മേഖലകളാണ് അവിടെയുള്ളത്. 1594 സ്ഥാപിതമായ യൂണിവേഴ്സിറ്റി ഓഫ് മാൾട്ട, അതേപോലെ മാൾട്ട കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ആൻഡ് ടെക്നോളജി, ITS അഥവാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം സ്റ്റഡീസ് എന്നിവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ഇംഗ്ലീഷ്, യൂറോപ്യൻ നിലവാരമുള്ള വിദ്യാഭ്യാസം, കുറഞ്ഞ പഠന ചെലവ്, പാർട്ട് ടൈം ജോലിക്കുള്ള അവസരമൊക്കെ അനുകൂല സാഹചര്യങ്ങളാണ്. സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളാണോ എന്ന് ശ്രദ്ധിക്കണം. ഫീസ്, തൊഴിൽ സാധ്യത, വിസ നിബന്ധനകൾ എന്നിവ മുൻകൂട്ടി പരിശോധിക്കേണ്ടതാണ്. മാൾട്ടയ്ക്ക് സ്വന്തം തദ്ദേശീയരുണ്ട്. അവരെ മാൾട്ടീസ് എന്ന് വിളിക്കുന്നു. അവർ ആയിരക്കണക്കിന് വർഷങ്ങളായി അവിടെ താമസിക്കുന്നവരുടെ പിൻഗാമികളാണ്. അവരിൽ ഫിനിഷ്യർ, റോമൻസ്, അറബികൾ, സിസിലിയൻ, ഇറ്റാലിയൻ സ്വാധീനം അവരുടെ സംസ്കാരത്തിലും വംശപരമ്പരയിലും കലർന്നിട്ടുള്ളതായി നമുക്ക് കാണാം. ജനസംഖ്യയിലെ ഭൂരിഭാഗവും മാൾട്ടീസ് പൗരന്മാരാണ്. എന്നാൽ ഇപ്പോൾ ഇന്ത്യ, ഫിലിപ്പീൻസ്, നേപ്പാൾ, ഇറ്റലി, സെർബിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് നിരവധി വിദേശ തൊഴിലാളികൾ കുടിയേറിയിട്ടുണ്ട്. ഏകദേശം 31% പേർ മാൾട്ടീസ് അല്ലാത്തവരാണ്. പ്രധാന മതം കത്തോലിക്ക സഭയാണ്. മാൾട്ടീസ് ദേശീയ ഭാഷയാണ്. ഇത് സെമറ്റിക് ഭാഷാ കുടുംബത്തിൽപ്പെട്ടതും അറബിയുമായി ബന്ധമുള്ളതുമാണ്. ഇറ്റാലിയൻ, ഇംഗ്ലീഷ് ഭാഷകളുടെ സ്വാധീനവുമുണ്ട്. ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായതിനാൽ നന്നായി ഉപയോഗിക്കുന്നുമുണ്ട്. മാൾട്ടയുടെ ഭാഷ, ലിപി, പരമ്പരാഗത വേഷം എന്നിവ യൂറോപ്യൻ മെഡിറ്ററേനിയൻ സംസ്കാരങ്ങളുടെ മനോഹരമായ സമന്വയമാണ്. ഹലോ എന്നതിന് ബോൻജു എന്നും നന്ദി എന്നതിന് ഗ്രാൻസി എന്നുമാണ് ഉപയോഗിക്കുന്നത്. മാൾട്ടീസ് ഭാഷ ലാറ്റിൻ ഭാഷാമാലയാണ് ഉപയോഗിക്കുന്നത്. സാധാരണ ഇംഗ്ലീഷിൽ ഇല്ലാത്ത ചില പ്രത്യേക അക്ഷരങ്ങളുണ്ട്. CC, GG, HH, ZZ, GB ചില അക്ഷര ജോഡികളാണ്. ജനങ്ങൾ സാധാരണ യൂറോപ്യൻ വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഉത്സവങ്ങളിലും സാംസ്കാരിക പരിപാടികളിലും പരമ്പരാഗത വേഷങ്ങൾ കാണാം. സ്ത്രീകൾ പാവാടയോ അലങ്കാരമുള്ള ബ്ലൗസ് ഉപയോഗിക്കുന്നുണ്ട്. പണ്ട് ഗൊനല്ല എന്ന കറുത്ത മൂടുപടം ധരിച്ചിരുന്നതായി അറിയപ്പെടുന്നു. അത് മാൾട്ടയുടെ പാരമ്പര്യത്തിന്റെ പ്രതീകമാണ്. പുരുഷന്മാർ വെള്ള ഷർട്ട്, കറുത്ത ജാക്കറ്റ്, അരിയിൽ തുണിയോ ബെൽറ്റ്, ഇരുണ്ട നിറത്തിലുള്ള ട്രൗസർ എന്നിവ ധരിക്കുന്നു. പ്രധാന ഉത്സവങ്ങൾ കത്തോലിക്ക ദേവാലയങ്ങളുമായി ബന്ധപ്പെട്ടവയാണ്. ഗ്രാമങ്ങളിൽ ഫെസ്റ്റ അഥവാ വിശുദ്ധരുടെ തിരുനാൾ ആഘോഷപൂർവ്വം നടത്തുന്നു. ഘോഷയാത്രകൾ, സംഗീതം, അലങ്കാരങ്ങൾ, വെടിക്കെട്ട് എന്നിവയൊക്കെ നമുക്ക് കാണാം. ചെറിയ രാജ്യമെങ്കിലും യാത്രാ സൗകര്യം മികച്ചതാണ്. ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തെത്താൻ റോഡ് മാർഗം 1 മണിക്കൂർ മതി. ബസ് പൊതുഗതാഗത മാർഗമാണ്. നിരക്ക് താരതമ്യേന കുറവാണ്. ഫെറി സർവീസുകൾ ദ്വീപുകളെ ബന്ധിപ്പിക്കുന്നുണ്ട്. സാധാരണ ടാക്സികളും ഓൺലൈൻ ടാക്സികളുമുണ്ട്. കാർ വാടകയ്ക്ക് ലഭിക്കും. വാഹനങ്ങൾ ഇടത് വശമാണ് ഉപയോഗിക്കുന്നത്. റോഡുകൾ നല്ല നിലവാരമുള്ളതാണ്. ബൈക്കും സൈക്കിളും വാടകയ്ക്ക് ലഭിക്കും. ആഭ്യന്തര വിമാന സർവീസ് ചെറിയ രാജ്യമായതിനാൽ ഇല്ല. ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പൊതുഗതാഗത സൗകര്യവുമുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുന്നതായി പഴക്കമുള്ള ക്ഷേത്രങ്ങളായ ജ്ഞാൻഷ്യ, ഹാഗർഖീം, മനോച്ത്ര എന്നീ ശിലായ ക്ഷേത്രങ്ങൾ BC 3600-2500 കാലഘട്ടത്തിലെയാണ്. ഈജിപ്തിലെ പിരമിഡുകളെക്കാളും സ്റ്റോൺകളെക്കാളും പഴക്കമുള്ള കൽനിർമ്മിതികളാണിത്. 1565 ഗ്രേറ്റ് സീജ് ഓഫ് മാൾട്ട ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ വലിയ ആക്രമണത്തെ നൈറ്റ്സ് ഓഫ് സെന്റ് ജോൺ വിജയകരമായി പ്രതിരോധിച്ചു. ഈ യുദ്ധം യൂറോപ്യൻ ചരിത്രത്തിലെ നിർണായക സംഭവങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. തലസ്ഥാനമായ വലറ്റ കൊട്ടാരങ്ങൾ, ദേവാലയങ്ങൾ, കോട്ടകൾ, മ്യൂസിയങ്ങൾ എന്നിവ നിറഞ്ഞ ചരിത്ര നഗരമാണ്. സെന്റ് ജോൺസ് കോക്ക് കത്തീഡ്രൽ ലളിതമായി തോന്നുമെങ്കിലും അത് അകത്ത് സ്വർണ്ണ അലങ്കാരങ്ങളാൽ അതിസമ്പന്നമാണ്. പ്രശസ്ത ചിത്രകാരനായ കാരാവാജിയോയുടെ പ്രശസ്ത കൃതികളിലൊന്ന് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. സ്കൂബ ഡൈവിങ്ങിനും സ്റ്റോർക്ലിങ്ങിനും മാൾട്ട ലോകപ്രശസ്തമാണ്. സിനിമ ചിത്രീകരണ കേന്ദ്രങ്ങളുടെ 1980 പോപ്പയ സിനിമയ്ക്കായി നിർമ്മിച്ച ഗ്രാമം വിനോദസഞ്ചാര കേന്ദ്രമാണ്. മാൾട്ടീസ് ഫെസ്റ്റ പ്രശസ്തമാണ്. നിരവധി സാമ്രാജ്യങ്ങൾ മാൾട്ട കൈവശപ്പെടുത്താൻ ശ്രമിച്ചു. BC 218 റോമൻസ് മാൾട്ട പിടിച്ചടക്കി. AD 870
അറബികളും 1560 ഓട്ടോമാൻ സാമ്രാജ്യവും 1798 നെപ്പോളിയനും പിന്നീട് ബ്രിട്ടീഷ് രണ്ടാം ലോകമഹായുദ്ധം മൂലം ഒക്കെ അവിടെ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് മാൾട്ട സമാധാനപരവും സുരക്ഷിതവുമാണ്. പ്രധാന ഭക്ഷണങ്ങൾ പാസ്റ്റിസ് ലഘുഭക്ഷണവും ഫെനൈ ദേശീയ വിഭവവും തീര വൃത്താകാര ബ്രെഡും ഹോബ്സ് ബിസ്സെയ്ദ് ഒലിവ് ഓയിൽ പുരട്ടിയ ബ്രെഡും ഒക്കെയാണ്. ലാംബുക്കിപ്പി മത്സ്യം ഉപയോഗിക്കുന്ന പൈ ആണ്. കാപ്പി ജനപ്രിയമാണ്. മാൾട്ട കുടുംബ മൂല്യങ്ങൾക്കും വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. ചില ദമ്പതികൾ വിവാഹത്തിന് മുൻപും ഒരുമിച്ച് ജീവിക്കുന്നത് സാധാരണമാണ്. ന്യൂക്ലിയർ കുടുംബങ്ങളാണ്. വിദ്യാഭ്യാസത്തിന് സർക്കാർ ശ്രദ്ധ ചെലുത്തുന്നു. ജനന നിരക്ക് വളരെ കുറവാണ്. യുവാക്കൾ വൈകി വിവാഹം കഴിക്കുന്നു. ചരിത്ര സ്മാരകങ്ങൾ ധാരാളം ഉള്ളതിനാൽ വാലറ്റ ലോക പൈതൃക പെട്ടിയിൽപ്പെടുത്തിയിട്ടുണ്ട്. മാൾട്ട വലിപ്പത്തിൽ ചെറുതാണെങ്കിലും ചരിത്രം, ക്രൈസ്തവ പൈതൃകം, പ്രകൃതി സൗന്ദര്യം, മനോഹര തീരപ്രദേശങ്ങൾ, സുരക്ഷിതമായ വിനോദസഞ്ചാര സൗകര്യങ്ങൾ എന്നിവ കൊണ്ട് മെഡിറ്ററേനിയൻ മേഖലയിലെ ഏറ്റവും ആകർഷകമായ രാജ്യങ്ങളിൽ ഒന്നാണ്. ചരിത്രപ്രേമികൾക്കും തീരസൗന്ദര്യം ആസ്വദിക്കുന്നവർക്കും ഒരുപോലെ അനുയോജ്യമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് മാൾട്ട. മാൾട്ടയിലെ ഭക്ഷണ സംസ്കാരം യൂറോപ്യൻ രുചിക്കും മെഡിറ്ററേനിയൻ ആരോഗ്യകരമായ പാചക രീതിയും സമന്വയിപ്പിക്കുന്നതാണ്. കടൽ വിഭവങ്ങൾ വളരെ സാധാരണമാണ്. ചരിത്രത്തെ സ്നേഹിക്കുന്നവർക്ക് മാൾട്ട ഒരു സ്വർഗമാണ്. മറ്റൊരു വിസ്മയ സുന്ദര വിഷയവുമായി എത്തും വരെ നന്ദി, നമസ്കാരം.